പ്രകാശത്തിൽ നിന്നും ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ മേൽ നിന്റെ ജീവൻ വർഷിക്കണമേ. ഞങ്ങളുടെ മേൽ നിന്റെ അഭിഷേകം വർഷിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ പകരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ, ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് ശക്തിയോടെ കടന്നു വരണമേ. പരിശുദ്ധാത്മാവ് ശക്തിയോടെ കടന്നു വരണമേ. പരിശുദ്ധാത്മാവെ ശക്തിയോടെ കടന്നു വരണമേ. ആരാധിക്കുന്നു. റുഹായ ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മ ആവസിക്കണമേ. പരിശുദ്ധാത്മ ആവസിക്കണമേ. ഗാനത്തോട് ചേർന്ന കരങ്ങൾ അടിച്ചുകൊണ്ട് ശക്തിയോടെ റുഹായിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങളടിക്കട്ടെ, കരങ്ങളടിക്കട്ടെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കർത്താവേ, നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കർത്താവേ, നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഞങ്ങളുടെ ആത്മാവിനെ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാലും മരങ്ങളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപരോഗ വൈശാചിതങ്ങളിൽ നിന്നും നമ്മുടെ ആത്മാവിന്റെ പ്രവർത്തനത്താൽ പരിപൂർണമായി വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ശക്തിയോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നിറവരുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീഷ്ണതയോടെ ആഗ്രഹിക്കാം. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷണം നിങ്ങൾ കണ്ടെത്തും, മുട്ടുകൾ നിങ്ങൾ തുറന്നു കിട്ടുമെന്ന് അരുളി ചെയ്ത സജീവനായ ദൈവത്തിന്റെ പുത്രനായ ഈശോ മിശിഹാ തന്റെ ആത്മാവിനെ നമ്മെ നിറയ്ക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക, താഴ്മയോടെ പ്രാർത്ഥിക്കുക. കർത്താവ് തന്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അനുഭവമോ അതിശയമോ നടന്നിടുവാൻ. ആദ്യമുറ്റാണ്ടിലെ അനുഭവമോ അതിശയമോ നടന്നിടുവാൻ. ആദിയിലെന്ന പുലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പുലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കർത്താവേ, നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കർത്താവേ, നീ അറിയുന്നു. കൃപകളും വരങ്ങൾ നിറയുവാൻ ഒരു ഹായങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഒരു ഹായങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന കരങ്ങൾ അടിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കട്ടെ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ധീരതയോടെ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ആഗ്രഹിക്കട്ടെ. ധീരതയോടെ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കർത്താവേ, നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കർത്താവേ, നീ അറിയുന്നു.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. വീണ്ടും പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ശക്തിയോടെ സ്തുതിക്കട്ടെ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഉണർവോടെ സ്തുതിക്കട്ടെ. വചനങ്ങൾക്ക് തടസ്സമായ എല്ലാ പാപരോഗ പൈശാചിക വിട്ടുപോട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. അന്തരീക്ഷത്തിൽ അനുസരണക്കേണ്ട മക്കളുടെ അന്തരീക്ഷത്തെ അതീശനെ വചനങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകളും മന്ദതകളും തടസ്സങ്ങളും വിശ്വനാമത്തിൽ വചനത്താൽ ദൈവമാണ് തുറക്കപ്പെടുന്ന വേണ്ടി കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോട്ടെ ശരീർ 46:10 വചനം പറയുന്നു. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നമുക്ക് കരങ്ങൾ കൂപ്പി കരങ്ങൾ അടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോമിശിഹായുടെ പരിശുദ്ധമായ ഉത്ഥാനത്തിൻ്റെ സ്മരണയിൽ ലോകം മുഴുവനായിരിക്കുമ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ സഭ മുഴുവനും തേങ്ങുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ അനന്തമായ കരുണയ്ക്ക് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ദൈവമാണെന്നുള്ള അറിവാണ്, അവിടുന്ന് ദൈവമാണെന്നുള്ള അറിവാണ് നമ്മെ സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും കൊണ്ടുപോകുന്നത്. ശാന്തമായ ഒരു നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധമായ സാന്നിധ്യത്തെ നമുക്ക് അനുസ്മരിക്കാം. 2-3 പേർ ഒന്നിച്ചു കൂടുന്നിട്ട് അവരുടെ മധ്യേ ഞാനോട് നിന്ന് ഉദ്ധിതനായ ഈശോയുടെ വാഗ്ദാനം, അവിടുത്തെ സജീവമായ സാന്നിധ്യം. ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ്. ഹെബ്രായർ 13 നാം വായിക്കുന്ന കർത്താവ് തരുന്ന ഉറപ്പ്. ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ഈശോ നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ സാന്നിധ്യമായി അവിടെ നമ്മുടെ കൂടെയുണ്ട്. ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, അമ്മ ഞങ്ങളുടെ അമ്മയായിരുന്നു, അമ്മ ഞങ്ങൾക്ക് വേണ്ടി. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. ഹല്ലേലൂയ. വലുതേരം വെച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. സുഖമാണോ? സമാധാനമാണോ? ഹൃദയത്തിൽ സന്തോഷമുണ്ടോ? ആനന്ദമുണ്ടോ? ഉണ്ട്. എന്നാ വലുതേരം വെച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി. സ്നേഹത്തോടെ പറഞ്ഞു ഈശോയോട്, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. വചനം വിസ്തീർണതമുണ്ടോ? ബൈബിളൊക്കെ എടുക്കണം. ദൈവവചനങ്ങളിലൂടെ നമ്മൾ കണ്ണുകൾ ഓടിക്കണം. ഇന്ന് ഞാൻ എന്താ പറയേണ്ടത് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബോധ്യം, ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുക, ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുക. ഞാൻ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി ഒത്തരയ്ക്ക് പ്രവേശിച്ച് ബൈബിൾ തുറന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഭാഗം എസെക്കിയേൽ പ്രവചനത്തിൻ്റെ 2, 3, 4 അധ്യായങ്ങളാണ്. നമുക്ക് അവിടെ തന്നെ ആരംഭിക്കാം. അതുകൊണ്ട് എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 10-ാം വാക്യം. ഈശോ
മനുഷ്യപുത്രനോട്, എസക്കിയേലിനോട് ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുക എങ്ങനെയാണ്? മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങൾ, വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞേ, മനുഷ്യപുത്ര. വലതുകരം ഉയർത്തി പറഞ്ഞേ, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാ വചനം കേൾക്കണ്ടേ? ചെവി തുറന്ന് കേൾക്കണം. എവിടെ സൂക്ഷിക്കണം? ഹൃദയത്തിൽ സൂക്ഷിക്കണം. അങ്ങനെയാണോ ചെയ്യുന്നത്? എസെക്കിയേലിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ നിന്നോട് പറയുന്ന ഈ വചനങ്ങൾ അത് ചെവി തുറന്ന് കേൾക്കണം, ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹൃദയത്തിൽ വചനം സൂക്ഷിച്ച ഒരാളെ അറിയാവോ? പരിശുദ്ധ അമ്മ. ലൂക്കാ 2:19 2:51 നമ്മൾ വായിക്കുന്നുണ്ട്. എടുത്തേ, ലൂക്കാ 2:19. ചാടി വായിക്കണം, നമുക്ക് സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ചേ, ലൂക്കാ 2:19 വാക്യം. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അതന്നെ ഇവിടെ പറയുന്ന വചനം. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമുണ്ടോ? ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ടോ? നമുക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, നമുക്ക് ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിന് തക്കതായ നമ്മെ പിടിച്ചു നിർത്തുന്ന, ഒലച്ചു കളയാതെ, അസ്വസ്ഥപ്പെടുത്താതെ നമ്മെ പിടിച്ചു നിർത്തുന്ന ദൈവത്തിൻ്റെ വചനം എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഇതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ശരിക്കും വീഴ്ച ഉണ്ടാവുന്നത്, തെറ്റിപ്പോകുന്നത്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തി അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. മർക്കോസ് 12:24. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ തെറ്റുപറ്റുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം നന്ദി. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും നമ്മൾ ഒരുപാട് അസ്വസ്ഥരാകുന്നത്. ഈ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കണം എന്നതാണ് എന്നെനിക്ക് പറയാനുള്ളത്. വചനത്താൽ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം. ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ലൂക്കാ 2:51 വായിച്ചേ. വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ മാതൃക. വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കണ കാര്യത്തിൽ ആരാ നമ്മുടെ മാതൃക? പരിശുദ്ധ അമ്മയാവണം. പരിശുദ്ധ അമ്മയാവണം. നമുക്കൊരു പ്രത്യേകതയുണ്ട്. അമ്മയുടെ ഹൃദയത്തിലും ഉദരത്തിലും വചനമായിരുന്നു. ഹൃദയത്തിലും ഉദരത്തിലും വചനത്തെ സ്വീകരിച്ചവൾ, അതാണ് പരിശുദ്ധ അമ്മ. നമുക്ക് ആ നിയോഗമില്ല, പക്ഷേ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട്. അമ്മ അതിൻ്റെ പൂർണ്ണതയിൽ ഈ വചനത്തെ സ്വീകരിച്ചതുകൊണ്ട് അവളിൽ ക്രിസ്തു, ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ച്, യോഹന്നാൻ 1:14. എന്താ വചനം? മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അത് പരിശുദ്ധ കന്യകയിൽ, പരിശുദ്ധ മറിയത്തിൽ മാംസം ധരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവവചനത്തെ സ്വീകരിക്കാൻ, ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ, അതോട് ചേർത്ത് വെച്ച് ഗാഢമായിട്ട് ചിന്തിക്കാൻ, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കാനുള്ള വലിയ കൃപ പരിശുദ്ധ അമ്മയോട്
നാം ചോദിച്ച് വാങ്ങണം. അല്ലാതെ നമ്മുടെ കുടുംബ പ്രശ്നം തീർക്കാനും വേണം. പക്ഷേ ശരിക്കും വാങ്ങേണ്ട കൃപ ഇതാ. വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചവളോട് ദൈവവചനത്തെ സ്വീകരിക്കാൻ തക്കതായ, ഈ വചനം വിശ്വസിക്കാൻ തക്കതായ വലിയ കൃപ പ്രിയമുള്ളവരെ നാം ചോദിച്ചു വാങ്ങണം. അത് ചോദിക്കുക. അത് ചോദിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മയോട് നാം ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ വചനം സ്വീകരിക്കാനുള്ള കൃപ ഒക്കെ ഒന്നിൽ നാം കാണുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ മറിയത്തിൻ്റെ അടുത്ത് എന്ന് പറയും, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞ് ഈശോയുടെ ജനനത്തെക്കുറിച്ചൊരു അറിയിപ്പ് കൊടുക്കുമ്പോൾ മറിയം പറഞ്ഞ, ഇതാ കർത്താവിൻ്റെ ദാസി. ഈ വചനം സ്വീകരിക്കാനുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ ഒരുക്കം നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ദൂതൻ നമ്മളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ലൂക്ക 1:30. ഈ കൃപ എന്താ? ഈ വചനം സ്വീകരിക്കാനുള്ള ഒരുക്കമാണ്. വാസ്തവത്തിൽ രക്ഷകനെ സ്വീകരിക്കാനുള്ള, ഈശോയെ സ്വീകരിക്കാനുള്ള വലിയ ഒരുക്കമാണ് അമ്മയിൽ ഇത് കാണുന്നത്. എന്നിൽ എത്രമാത്രം ഈ വചനം കേൾക്കാൻ വേണ്ടി ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ വചനം കേൾക്കാൻ വേണ്ടി വരുമ്പോൾ ശരിക്കും വചനം കേൾക്കാനാണോ എൻ്റെ ഹൃദയം ഞാൻ തുറന്നിരിക്കുന്നത്? വചനം കേൾക്കാനാണോ? വചനത്തെ സ്വീകരിക്കാനാണോ? വചനത്തെ ഉൾക്കൊണ്ട് അത് ജീവിതത്തിലേക്ക് മാറ്റിയെടുക്കാനാണോ? അതിനുവേണ്ടിയാണോ ഞാൻ വന്നിരിക്കുന്നത്? ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ ആത്മാവിൻ്റെ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഈ വചനത്തിന് വേണ്ടിയുള്ള, വചനത്തോടുള്ള തുറവി, പരിശുദ്ധ അമ്മയുടെ ഒരുക്കമാണിത്. നമ്മുടെ മാതൃക പരിശുദ്ധ അമ്മയുടെ ഒരുക്കമാണ്. ദൂതൻ വന്ന് പറയുമ്പോഴേ ഇത് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഈ അമ്മ, അതാണ് നാം പ്രാവർത്തികമാക്കേണ്ട കാര്യം. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കാത്തതിന് കാരണം ഒന്നേ ഉള്ളൂ, അവിശ്വാസമാണ്. അവിശ്വാസമാണ്. ശതാധിപന്റെ ഭക്തനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഈശോ പറയുന്ന കാര്യമുണ്ട്, നാം വചനത്തെ വായിക്കുന്ന കാര്യമുണ്ട്. ഈശോ പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ഈശോ പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിക്കാത്തതാണ് ഈ വചനം നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്താത്തത്. ഹല്ലേലൂയ. വചനം വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്ന വിശ്വാസികളുടെ സമൂഹമായി ഇന്ന് സഭ മാറുന്നുണ്ട്. വളരെ ഖേദത്തോടെ അച്ഛൻ പറയട്ടെ, വചനം വിശ്വസിക്കാത്ത സമൂഹമായി. അനുദപിച്ച് മാപ്പ് ചോദിക്കേണ്ട സമയമാണിത്. കർത്താവിൻ്റെ വചനം വിശ്വാസയോഗ്യമായിട്ട് കരുതാത്ത ഒരു സമൂഹം, ഒരു തലമുറ നമ്മുടെ വളർന്നു വരുന്നുണ്ട്. പ്രവചനം പോലെ ക്ഷാമം വരുന്നു. ക്ഷാമം എന്തിനാ? ഭക്ഷണത്തിനോ വെള്ളത്തിനോ വേണ്ടിയുള്ളതല്ല. പിന്നെന്തിനാ? കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമം. തീരുന്നില്ല. എന്നിട്ട് വചനം ചേർത്ത് പറയും, യുവാക്കളും യുവതികളും മൂർച്ഛിച്ച് വീഴും എന്നാണ് പറയുന്നത്. വീഴും. കാരണം വചനമില്ല, വചനമില്ല. വചനം ലഭിക്കാത്തതുകൊണ്ട് യുവാക്കന്മാരും യുവതികളും മൂർച്ഛിച്ച് വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ വചനം നമ്മുടെ ഹൃദയങ്ങളില്ലാതെ പോകുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതങ്ങളില്ലാതെ പോകുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ഈ വലിയ നഷ്ടമുണ്ടാകും ജീവിതത്തിൽ. നാം എത്ര കാലം ഇങ്ങനെ ദൈവത്തിൻ്റെ വചനമില്ലാതെ ജീവിക്കും? പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ
പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്, ഇന്ന കാലം മുതൽ ഇന്ന കാലം വരെ, ഒരു രാജാക്കന്മാരുടെ കാലഘട്ടമൊക്കെ പറയണ്ട പറയുക, ഈ നാൾ മുതൽ ആ നാൾ വരെ അവർക്ക് കർത്താവിൻ്റെ വചനം ലഭിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ആവശ്യമായുള്ള ദൈവത്തിൻ്റെ വചനം ലഭിക്കുന്നുണ്ടോ? വിശുദ്ധ ഗ്രന്ഥത്തോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ട്. ഇത് കേൾക്കാൻ ഇഷ്ടമാണ്, പറയാൻ ഇഷ്ടമാണ്, പക്ഷെ ജീവിക്കാൻ ജീവിക്കണം. വചനം ജീവിക്കണം. വചനമല്ലേ ജീവിക്കണ്ടേ? വേറെന്താ ജീവിക്കണ്ടേ? വേറെന്താ ജീവിക്കണ്ടേ? വചനമല്ലേ നാം ജീവിക്കേണ്ടത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ എടുത്തേ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വചനങ്ങൾ വായിച്ചേ, ഉറക്കെ വായിച്ചേ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവേ. വീണ്ടും, വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീതരാകണോ? വേണോ? ബാക്കി വായിച്ചു. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകർ ആകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ വചനം കേട്ട് അതിനെ വിസ്മരിച്ചു കളയുന്ന, അതിനെ നിസ്സാരവൽക്കരിക്കുന്ന, അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത നമ്മുടെ ജീവിതമാണ് അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുന്നതിന് തടസ്സം. തമ്പുരാന്റെ വചനത്തെ ദൈവമാണ് പറയുന്നത് എന്നുള്ള ആ വില കൊടുത്ത്, ആ വില കൊടുക്കുക, അത് സ്വീകരിച്ച്, കർത്താവിൽ നിന്ന് കേൾക്കുന്നു എന്നതുപോലെ വചനം സ്വീകരിച്ച്, അപ്പോൾ അത് നമ്മിൽ പരിവർത്തനമുണ്ടാക്കും, മാറ്റം വരുത്തും, വിശുദ്ധീകരണം തരും. വചനമാണ് വിശുദ്ധീകരിക്കുന്നത്. യോഹന്നാൻ 15:3 എന്താ പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനമാണ് വിശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം വിശുദ്ധീകരണം തുടങ്ങി നമ്മിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ ഒഴുക്ക് തന്നെ അങ്ങ് വരും. ഇത് ലഭിക്കാത്തതിന് കാരണം ഈ വചനത്തെ നാം മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. തമ്പുരാന്റെ വചനത്തെ അത് തമ്പുരാന്റെ വചനമാണ് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. കാരണം എന്നിലുള്ളത് എൻ്റെ തന്നെ വചനമാണ്. കുറെ പിശാചിൻ്റെ ഉണ്ട്, കുറെ നാട്ടുകാരുടെ ഉണ്ട്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ നമ്മുടെ അഹങ്കാരം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ പ്രിയമുള്ളവരെ നമുക്ക് വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടെ അഹങ്കാരം ദൈവവചനത്തിന് മുമ്പിൽ മുട്ടുകുത്താൻ നമ്മെ ഒരുപാട് തടയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് 1:21 ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവേ. വചനം ജീവിക്കുന്നവരായിരിക്കുവേ. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു, താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു.
കെട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും. 25 മുതലുള്ള വചനങ്ങളൊന്നും നോക്കണം. കെട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പ്രശ്നം ബന്ധനമാണല്ലോ കേട്ടോ. എന്താ ബന്ധനം? സ്വാതന്ത്ര്യം എവിടെ നിന്ന് കിട്ടണം? വചനത്തിലൂടെ. വചനത്തിലൂടെ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എവിടെയാ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാം വാക്യം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അങ്ങയുടെ വചനമാണല്ലോ സത്യം. അങ്ങയുടെ വചനമാണല്ലോ സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ വചനമാണ്, ഈ വചനമാണ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വചനമാണ് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിന്റെ നിയമത്തെ നമുക്ക് സ്വാതന്ത്ര്യം തരും. ഹല്ലേലൂയ. സ്വാതന്ത്ര്യം കിട്ടണോ? ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ എടുത്തുയർത്തുന്നത് ശരിക്കും ഈ വചനമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വചനം ഉണ്ടെങ്കിലുണ്ടല്ലോ പ്രിയമുള്ളവരെ, നമ്മളിലുള്ള ഈ അന്ധത അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്ന കാര്യം, പ്രത്യേകമായിട്ട് മനസ്സിൻ്റെ അടിമത്തമുണ്ട്. മനസ്സിൻ്റെ അടിമത്തം, നന്മ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തിന്മയുണ്ടെന്ന് പൗലോസ് പറയുന്ന ആ ഒരു അവസ്ഥ, അത് മാറുന്ന ഒരു സാഹചര്യമാണത്. നന്മ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് നന്മ ചെയ്യാൻ പറ്റണം, ആ ഒരു ബുദ്ധിമുട്ട്, തിന്മ ചെയ്തു പോകുന്ന ആ ഒരു അവസ്ഥ, അത് മാറി കൃപയിൽ നിൽക്കാൻ, വചനമനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മിൽ ഫലം തരുന്നത് ഈ തമ്പുരാന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോഴാണ്. വളരെ നേരത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ കർത്താവേ, സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആന്തരികമായ പരിവർത്തനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വചനങ്ങളെ മാംസം ധരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ, ഉണർവോടെ സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹൃദയം ഒരുങ്ങിയിരിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹൃദയം ഒരുങ്ങണം. വചനം ഫലം ചൂടാൻ ഹൃദയം ഒരുങ്ങണം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. പ്രിയമുള്ളവരെ, ഹൃദയം വചനം കേൾക്കാൻ ഹൃദയം ഒരുക്കം വേണം. ഈശോ അതുകൊണ്ട് വളരെ ശക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ മുത്തുകൾ, നിങ്ങൾ എന്നെ പറയുന്നുണ്ട്, എന്താണെന്നറിയാവോ? ഈശോ പറഞ്ഞ മറ്റു കാര്യം തന്നെയാണല്ലോ, വഴിവക്കിൽ വീണാൽ പക്ഷി സൂക്ഷിച്ചേ വിതയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ? സമാനബോധമുള്ള ആരെങ്കിലും വഴിവെക്കി കൊണ്ടുപോയി വിതയ്ക്കുമോ? ഇല്ല. സൂക്ഷിച്ചേ വിതയ്ക്കാവൂ. ഒരുക്കമുണ്ടെങ്കിലേ വചനം കൊടുക്കാവൂ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് മുത്താണ്. നിസ്സാരമായിട്ട് പറ്റുന്നില്ല. കാരണം എന്നിൽ അഹങ്കാരമാണ്. ദൈവത്തിന്റെ വചനം സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. യെശയ്യാ 66:2 എന്താ? ആത്മാവിൽ എളിമയും വിനയവും ഉണ്ടായിരിക്കും. എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് കടാക്ഷിക്കുന്നത്. വീണ്ടും 66
5 വചനം പറയും. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരെ അവിടുത്തെ വചനം ശ്രവിക്കുവിൻ. തമ്പുരാന്റെ വചനം കേൾക്കുമ്പോൾ എന്നിൽ വിറയലുണ്ടാവണം. ഇത് ഭയത്തിന്റെ അല്ല, ശരിക്കും തമ്പുരാൻ പറയുന്ന വചനം അത് നിറവേറുമെന്നുള്ള ഉറപ്പാണ് ആ വിറയൽ. കർത്താവിന്റെ അധരമാണ് സംസാരിക്കുന്നതെങ്കിൽ അത് സംഭവിച്ചിരിക്കും എന്നുള്ള ഉറപ്പാണ് ആ വിറയൽ. അതുണ്ടോ എന്നിൽ? വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരാകാൻ ദിവസം പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഹൃദയത്തിൽ വചനത്തെ സ്വീകരിക്കാൻ, ഹൃദയത്തിൽ തമ്പുരാന്റെ വചനത്തെ, അതെന്താണോ വചനം പറയുന്നത് അതേപടി സ്വീകരിക്കാനുള്ള ആർജവത്വം. അതിന് തടസ്സം ഞാൻ തന്നെയാണ് ശരിക്കും വചനം സ്വീകരിക്കാൻ തടസ്സം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം സ്വീകരിക്കാൻ തടസ്സം വേറൊന്നുമില്ല, ഞാൻ തന്നെയാണ്. നീ എളിമപ്പെടണം. ഇത് കർത്താവിന്റെ വചനമാണെന്നും ഇതിന് ജീവനുണ്ടെന്നും ഇതിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്നും നീ അംഗീകരിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ നിന്നിൽ മാറ്റം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണ് വചനം പറയുന്ന പോലെ എൻ്റെ സ്വർഗസ്വനായ പിതാവ് നടാത്ത ചെടികളൊക്കെയും പിഴുതെറിയപ്പെടുമെന്ന് മത്തായി 15:13 പറയുന്ന പോലെ കർത്താവ് നടാത്തതെല്ലാം നമ്മിൽ നിന്നും വിശുദ്ധീകരിക്കുന്ന തമ്പുരാന്റെ വചനത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 130 വചനം പറയുന്നുണ്ട്. 119 സങ്കീർത്തനം 130 വാക്യം, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഹല്ലേലൂയ. നേറ്റ് പറയാം, വലുതേറെ വരുത്തി പറഞ്ഞേ. കർത്താവേ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അതറിവ് പകരുന്നു. ഒന്നോട് പറഞ്ഞേ, കർത്താവേ, അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അതറിവ് പകരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. ശ്രീനിധി ആരാധന വചനമെല്ലാം ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയട്ടെ. വചനം നിറയട്ടെ, വചനം നിറയട്ടെ. ദൈവവചനത്തിൻ്റെ പ്രകാശം കർത്താവ് ഹൃദയങ്ങളിലേക്ക് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ കൃപയാ ഞങ്ങളെല്ലാവരും നിറയട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശ്രീനിധി ആരാധന, 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 ആരാധന. ശാന്തമായിട്ട് സ്തുതിക്കുക, ശാന്തമായിട്ട് സ്തുതിക്കുക, ശാന്തമായിട്ട് സ്തുതിക്കുക. ദൈവവചനത്തിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. ദൈവവചനത്തിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. ശ്രീനിധി ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാരെ കാണുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 24:45 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിർത്തേ, ലൂക്ക 24:45. ലൂക്ക 24:45. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈശോയോട് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ? കർത്താവേ, ഈ വചനങ്ങൾ ഗ്രഹിക്കാൻ ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തിലും നമ്മൾ തന്നെ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം. ലീദിയ എന്ന ഒരു സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണ്. 16-ാം അധ്യായത്തിന് 14-ാം വാക്യം. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവരുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം നമ്മൾ കണ്ടത് ശിഷ്യന്മാരുടെ മനസ്സിനെ തുറന്നതാണ്. ഇപ്പോൾ ലീദിയ എന്നൊരു സ്ത്രീയിൽ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ശിഷ്യന്മാരുടെ മാത്രമല്ല എല്ലാവരുടെയും ഹൃദയം
തമ്പുരാൻ തുറക്കും. ദൈവത്തിന് അത് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനും നിങ്ങളും ഈ വചനത്തിന് മുമ്പിൽ എളിമയോടെ നിൽക്കണം. പ്രിയമുള്ളവരെ, ദൈവവചനം സ്വീകരിക്കാൻ നമ്മൾ തടസ്സമായി നിൽക്കുന്നത് ശരിക്കും അത് നമ്മുടെ അഹങ്കാരമാണ്. കാരണം നമ്മെ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിന്റെ പ്രലോഭനമാണത്. ദൈവവചനത്തെ അവിശ്വസിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന തിന്മയുടെ പ്രവർത്തനമാണ്. അത് നമ്മുടെ അഹങ്കാരമാണ്. പ്രിയമുള്ളവരെ, വചനം വിശ്വസിക്കാൻ പറ്റത്തില്ല. അഹങ്കാരികളായ മനുഷ്യർക്ക് വചനം വിശ്വസിക്കാൻ പറ്റത്തില്ല. ആര് പറഞ്ഞാലും വിശ്വസിക്കും. ഇപ്പൊ തട്ടിപ്പുകളുടെ കാലമാണല്ലോ. എവിടെ നോക്കിയാലും തട്ടിപ്പാണ്. ഓൺലൈൻ തട്ടിപ്പ്, അത് ഇത് എല്ലാം പറഞ്ഞാലും വിശ്വസിക്കും. ആര് പറഞ്ഞാലും വിശ്വസിക്കും. എത്ര കോടി അയച്ചു കൊടുക്കാൻ ഒരു മടിയില്ല. പക്ഷെ ഒരു വചനം വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ലോകത്തിലും ലൗകികമായ പ്രബോധനങ്ങൾ വിശ്വസിച്ച് മനസ്സ് ദുർബലരായ ഒരു സമൂഹമാണ് എന്നുള്ളത്. മനസ്സ് ദുർബലമായിപ്പോയി. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ മനസ്സ് ദുർബലമായിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ഈ വീട് പണിയുന്ന ഓമ പറയുമ്പോൾ മണൽപ്പുറത്തും പാറപ്പുറത്തും വീട് പണിതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഈ ഭവനങ്ങളുടെ മേൽ ആഞ്ഞടിച്ചു. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു. രണ്ട് വീടിനും ഒരേപോലെയാണ് കാര്യം. അത് പണിത സ്ഥലത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു. അത് വീണോ വീണില്ലേ എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ കാര്യമാണ്, അല്ലേ? അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതെല്ലാ ജീവിതങ്ങൾക്കുമുണ്ട്. ഈ സഹനങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും രോഗപീഠകളും സാമ്പത്തിക ക്ലേശങ്ങളും മനോക്ലേശങ്ങളും ഇതെല്ലാവർക്കുമുണ്ട്. ആർക്കും മാറ്റമില്ല, ആർക്കും ഒഴിവൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വരും. മഴയും വെള്ളപ്പൊക്കവും കാറ്റും കൊടുങ്കാറ്റും നമ്മുടെ ജീവിതങ്ങളുടെ മേൽ അടിക്കും. അത് വരുമ്പോൾ നിലനിൽക്കാൻ എൻ്റെ ഹൃദയത്തിൽ വചനമുണ്ടോ? ഈ വചനമില്ലാത്തതെല്ലാം വീഴും. പ്രിയമുള്ളവരെ, വചനമില്ലാത്തെല്ലാം വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം. ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തുന്നത് ചെറിയൊരു കാര്യമാണ്, പക്ഷേ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സെമിനാരിയിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് റീജൻസി കാര്യമായിട്ടുണ്ടായിരുന്നില്ലെങ്കിലും ആ സമയത്ത് ഞങ്ങളുടെ അരമനയുടെ ചാപ്പൽ, പള്ളിയുടെ അരമനയുടെ ചാപ്പൽ, ബിഷപ്പ് ഹൗസിലെ അതിൻ്റെ അത് ഭയങ്കര ഇരുട്ടാണ് ശരിക്കും, ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു സമയത്ത് നട്ടുച്ച സമയത്ത് അതിനത് ഭയങ്കര ഇരുട്ടാണ്. അതുപോലെ അടഞ്ഞുള്ള ഒരു, ഇപ്പം കുറച്ചുകൂടെ മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ കട്ടണൊക്കെ മാറ്റി വേറെ രീതിയിലാക്കി ഇപ്പം വെട്ടമുണ്ട്. പക്ഷേ അന്ന് ആ സമയത്ത് അന്ന് ഒരിക്കലും ഞാനിങ്ങനെ പള്ളിക്കകത്ത് കയറിയപ്പോൾ ഈ ഇരുട്ട് കണ്ട് ദൈവമേ ഇതെന്തൊരു നിഗൂഢതയാണ്, അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഒരു നെഗറ്റീവ് തോട്ടാണ്, വാസ്തവത്തിൽ ഒരു നെഗറ്റീവ് തോട്ടാണ്. പക്ഷെ ആ സമയം തന്നെ പെട്ടെന്നൊരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ വളരെ സന്തോഷത്തോടെ പറയാൻ കാരണം ആ സമയത്ത് ഈ വചനം വരുമ്പോൾ നമുക്ക് അറിയത്തില്ലാത്തൊരു ആനന്ദം വരും, വലിയൊരു സന്തോഷം വരും, കണ്ണൊക്കെ അറിയാൻ നിറഞ്ഞു പോയിരിക്കും. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 2-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നം തീർന്നു. മനസ്സിലായോ? ചെറിയ പ്രശ്നമേ ഉള്ളൂ, പക്ഷേ ഞാൻ പറഞ്ഞ എന്നിലേക്ക് വന്നൊരു നെഗറ്റീവ് തോട്ടിനെ ക്രോസ് ചെയ്തുകൊണ്ടോ. And this is the power of word of God. ദൈവവചനത്തിൻ്റെ ശക്തിയാണ്.
എന്നിലേക്ക് വന്നൊരു നെഗറ്റീവ് ചിന്തയെ അതിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഈ വചനം വരുന്നത്. ഞാനത് അനുഭവിച്ചതാണ്. ലിറ്റർ ഞാൻ അവിടെ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. വേറെ ആരും കണ്ടിട്ടില്ല, എൻ്റെ കൂടെ പ്രേസൊക്കെ ഉണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. നിഗൂഢത ദൈവത്തിൻ്റെ മഹത്വമാണ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് അനുദിനം നമ്മുടെ ജീവിതങ്ങളിൽ ഈ പരിശുദ്ധാത്മാവ് വചനം അനുസ്മരിപ്പിച്ച് തരുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വചനം പ്രവർത്തിക്കുമ്പോൾ ഭയമില്ല, പിന്നെ നിരാശയില്ല, പിന്നെ അസ്വസ്ഥതകളില്ല. എങ്ങനെ മുമ്പോട്ട് പോകണം? നമുക്ക് അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും. ഉറക്കത്തിലേറ്റ് പറയും, പക്ഷേ പ്രശ്നം പറയാനറിയാം. ഇത് കേട്ട് കേട്ട് അല്ലേ, ഇത്രയധികം ധ്യാനകേന്ദ്രമുള്ളൊരു നാടുണ്ടോ വേറെ? അല്ലേ? വചനം ചിലപ്പോഴൊക്കെ കച്ചവടമായിട്ട് മാറുന്ന. ഹല്ലേലൂയ. ബൈബിള് മൊത്തം അച്ഛൻ ഞാൻ മൊത്തം എഴുതിയതാ. എന്നിട്ട് അപ്പൊ എന്തിനാ എഴുതിയേ? കുറച്ച് പേരുണ്ടാക്കാൻ പോയില്ലേ? ഞാൻ ആരെ വിധിക്കുന്നതല്ല, പക്ഷേ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവമുണ്ട്. എബ്രായലേഖനം 4-ാം അധ്യായം 12 നമ്മൾ പറയാറുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. വായിച്ചത്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ബാക്കി പറഞ്ഞ് ചേതനയിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്. അവിടെ കൂടെ നിർത്തരുത്, ബാക്കി കൂടെ വായിക്കണം. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അതാണ് കാര്യം. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഇത് നമ്മൾ കാണത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. സജീവമാണ്, ജീവനുള്ളതാണ്, ഊർജമുള്ളതാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വികാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ വചനത്തിന് മുമ്പിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. സകലതും അനാവൃതവും വ്യക്തവുമാണ്. ഓപ്പൺ ആൻഡ് നേക്കഡ് എന്നാ പറയുന്നത് ഇംഗ്ലീഷിൽ. ഓപ്പൺ ആൻഡ് നേക്കഡ്, വ്യക്തവുമാണ്, അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ എത്രമാത്രം ഈ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അടയിരിക്കണമെന്നാണ് പറയുന്നത്. ശരിക്കും വചനത്തിന് മുമ്പിൽ അടയിരിക്കണം. ഇരുന്നിട്ടുണ്ടോ? ഇരുന്നിട്ടുണ്ടോ? ഒരു എളുപ്പ പരിപാടി ഉണ്ടല്ലോ, എന്നാ ഒരു പെട്ടി, എന്നാ സുവിശേഷ പെട്ടി. നല്ല പരിപാടിയാണ്, നല്ല പരിപാടി. ഗുളികയായിട്ട് കിട്ടുമല്ലോ അല്ലേ? വചനം മരുന്നാണെന്നൊക്കെ നമ്മൾ ചില പറയാറുമുണ്ട്. വചനം മരുന്നാണ്, പക്ഷേ അത് മാനസാന്തരത്തിനുള്ള മരുന്നാണ്. കേട്ടോ? കേട്ടില്ലേ? മാനസാന്തരത്തിനുള്ള മരുന്നാണ്. വേറെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സത്യസഭയുടെ പ്രബോധനമല്ല. ഹല്ലേലൂയ. അതൊന്നും സത്യസഭയുടെ രീതിയുമില്ല. ഈശോ അത് ഉദ്ദേശിച്ചിട്ടുമില്ല. ഈശോ പറയുന്നത് എങ്ങനെയാണ്? അനുതപിച്ച് സുവിശേഷം വിശ്വസിക്കാൻ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. അത് ദൈവരാജ്യത്തിന് വേണ്ടി സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ,
കേൾക്കുന്നുണ്ടോ? എന്നോട് പിണങ്ങോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തെ പ്രതിയാണ്. മറ്റെന്തെങ്കിലും വേണ്ടിയാണ് ഞാൻ ഈ വചനത്തിൽ ആശ്രയിക്കുന്നതെങ്കിൽ ഇത് വഴിമാറിയുള്ള പോക്ക, ശരിക്കും വഴിമാറിയുള്ള പോക്ക. ദൈവരാജ്യം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. മാനസാന്തരമാണ് ആവശ്യപ്പെടുന്നത്. ഈശോയുടെ ജീവിതത്തിൻ്റെ ആരംഭ വചനമാണ് ഞാൻ ഈ പറയുന്നത്. മർക്കോസ് 1:14-15 വചനങ്ങൾ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ വചനങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയങ്ങളിൽ എളിമയുണ്ടാവണം. ഈ വചനം നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തണം. ഈ വചനം നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണം. ഇതിനെല്ലാം കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ നാം നിന്ന് കൊടുക്കുന്നില്ല എങ്കിൽ കേട്ട് 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 ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാച്ചാ അല്ലേ, ചാടി ചാടി പറയുന്നുണ്ട്, ശരിയാണ്, നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആവശ്യ സമയത്ത് ഈ വചനം ഉപകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് ഓരോരുത്തരും ചിന്തിക്കണം. എൻ്റെ ആവശ്യ സമയത്ത് എനിക്ക് ഈ വചനം ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ദൗർബല്യങ്ങളുടെ സമയത്ത്, എൻ്റെ ബലഹീനങ്ങളുടെ സമയത്ത്, എൻ്റെ സഹനങ്ങളുടെ സമയത്ത്, എൻ്റെ കുറവുകളുടെ സമയത്ത് ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് സഹായമായിരിക്കും. അന്നേരം ഓടി കൗൺസിലിന്റെ അടുത്തേക്ക് പോവില്ല വേണ്ടത്, വിശുദ്ധ ഗ്രന്ഥം എടുക്കണം. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? അവരെന്നെ ഓടിക്കും ഇപ്പൊ ഈ പറഞ്ഞു കേട്ടിട്ട്. പറഞ്ഞു മനസ്സിലായോ? തമ്പുരാന്റെ വചനത്തിലേക്ക് നോക്കണം. അത് നോക്കാതെ വേണ്ട വേണ്ട. വിശ്വാസം ദുർബലമാവുന്നു, അതാണ് എൻ്റെ അടയാളം. എൻ്റെ കാരണം അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ദൈവവചനത്തിലേക്ക് നോക്കാനോ അത് വിശ്വസിക്കാനോ ധൈര്യമില്ല, വിശ്വാസമില്ല തന്നെ തെളിച്ചു പറയാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം അത് ഒറിജിനലാണെങ്കിൽ ഈ വചനവും വിശ്വസിച്ചേ മതിയാവും. ഈ വചനത്തെ സ്വീകരിച്ചേ മതിയാവും. ഈ വചനത്തെ മാറ്റി വെച്ചിട്ട് പറഞ്ഞല്ലോ, മത്തായി 4:4, ലൂക്ക 4:4. എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ഓരോ വാക്കുകൊണ്ടുമാണ്. അപ്പത്തിൻ്റെ മേശയും വചനത്തിൻ്റെ മേശയും എന്ന് നമ്മുടെ ചെറുമലബാർ ക്രമത്തിൽ ഈ ബേമയെയും ബലിപീഠത്തെയും വിളിക്കുന്നതിൻ്റെ അർത്ഥമൊക്കെ എന്താ? ഇത് വചനത്തിൻ്റെ മേശ എന്നറിയപ്പെടും ബേമ, ബലിപീഠം അപ്പത്തിൻ്റെ മേശ എന്നറിയപ്പെടും. അതാണ് സമഗ്രത. ഹല്ലേലൂയ. വചനമായ ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവന് എങ്ങനെയാണ് അപ്പമായ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ പറ്റുക? സാധ്യമല്ല. പറച്ചിലേ ഉണ്ടാവുകയുള്ളൂ. വചനമായ മിശിഹായെ മനസ്സിലാക്കാത്തവൻ അപ്പമായ മിശിഹായെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും ഒന്നാണ്, രണ്ടായ കാര്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറ്റുന്നുണ്ടോ? ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഹൃദയം തുറക്കണം പ്രിയമുള്ളവരെ. തമ്പുരാന്റെ വചനത്തിന് മുമ്പിൽ എളിമയോടെ ഹൃദയത്തെ തുറന്നാൽ ഇത് നമ്മിൽ ഫലം ചൂടും. ദൈവവചനത്തിന് ഫലം ചൂടുക എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ അതിൻ്റെ ഒറിജിനൽ ശക്തി. ദൈവത ഉദ്ദേശിക്കുന്നത് നമ്മളിലേക്കെല്ലാം ഈ വചനം അയക്കുമ്പോൾ ഇത് നമ്മിൽ ഫലം ചൂടുക എന്നതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. 55
10 മൂലവചനങ്ങൾ എടുക്കാവോ? 55-ന്റെ 10 മൂലവചനങ്ങൾ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു. വായിച്ചേ, ഓർക്ക് വായിച്ചേ. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അതങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം വിതയ്ക്കാൻ വിത്തും ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞേ, നമുക്ക് നേരിട്ട് പറയാം. വലതുകരം ഉയർത്തി എല്ലാവരും. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്താൽ നിറയപ്പെടണം, ഈ വചനത്താൽ നിറയപ്പെടണം. അന്നേരം ഇത് ഫലം ചൂടും നമ്മിൽ. ദൈവവചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തിന്മ നമ്മെ തൊടത്തില്ല. ശത്രുവിൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ചെറിയ അനുഭവം പറയാം. ഞാൻ ഒരിക്കൽ അരുവിത്രയിലായിരുന്നപ്പോൾ അവിടെ തന്നെയുള്ളൊരു കുഞ്ഞാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി. അത് കുർബാനയെ സ്വീകരിച്ചതാണ്. എനിക്കറിയാം, അവർ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നതാണ്. ആ കുഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവളുടെ വിശ്വാസം, പള്ളിയിലുള്ള ഇരിപ്പ്, ഭയങ്കര അസ്വസ്ഥത കാണിക്കണം. എന്നോട് പേര് പറഞ്ഞ സമയത്ത് പിള്ളേരൊക്കെ വന്ന് പറഞ്ഞു, നല്ല കൊച്ചാൻ. കാരണം അവിടെ അരുവിത്രയിൽ പെൺകുഞ്ഞുങ്ങളും വിശുദ്ധ കുർബാനയ്ക്ക് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓൾട്ടർ ഗേൾസായിട്ട്. അപ്പോൾ അതിന് കൂടുതൽ കൊച്ചാണ്, മെഡിക്കൽ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര വ്യത്യാസം. നമുക്കറിയാമല്ലോ, മക്കൾ പ്രാർത്ഥനാ ജീവിതം ഒക്കെ വ്യത്യാസത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പേര് എന്നോട് പറഞ്ഞു, പേര് പറഞ്ഞു. അവിടെയുള്ള SMIൻ്റെയൊക്കെ പിള്ളേർ വന്ന് പറഞ്ഞു, ആ കൊച്ചു കുർബാനയ്ക്ക് കയറുന്നില്ല, പള്ളി വന്നിട്ട് ഭയങ്കരമായിട്ട് അശ്രദ്ധമായിട്ട് പെരുമാറുന്നു, കുർബാന സ്വീകരണം കഴിഞ്ഞൊക്കെ വെറുതെ ഇരിക്കുകയാണ്, അല്ലേ, ഉഴപ്പെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പള്ളിക്കകത്ത് ഉഴപ്പെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരവസ്ഥ. എനിക്ക് മനസ്സിലായി, ഇയാളെ അറിയാൻ നേരത്തെ ഞാൻ ഒരു പുറത്തുനിന്ന് താമസിക്കുന്നതാണ്. ഞാൻ വീട് വെഞ്ചരിച്ചു, എനിക്കറിയാം. ഞാൻ ആ അമ്മയെ വിളിച്ചു. കുഞ്ഞിങ്ങനെ അസ്വസ്ഥയൊക്കെയാണല്ലോ ചോദിച്ചപ്പം അമ്മ പറയാണ്, വീട്ടിലും അതേ വെച്ചാൽ പെട്ടെന്നുണ്ടായ മാറ്റമാണ്. കുരിശ് വരയ്ക്കാൻ ഇരിക്കുന്നില്ല, ഭയങ്കര വഴക്കാണ്. കാരണം ഇവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുമെന്നും നന്നായിട്ട് കുരിശ് വരയ്ക്കാൻ കൂടുമെന്ന് ഈ വീട്ടുകാർ തന്നെ പറഞ്ഞ് എനിക്കറിയാം. അപ്പം ഞാൻ ഈ സംഭവം ഓർമ്മയുണ്ട്. അപ്പോഴാണ് അമ്മ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു ദിവസം കൊച്ചിനെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊച്ചിനെ കൊണ്ടുവന്നു, എന്ന് കുമ്പസാരിപ്പിച്ചു, സാധാരണ കുമ്പസാരം. അതിനുശേഷം ഞാൻ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നതെന്ന് പറഞ്ഞ് എനിക്ക് നിലപാട് പരോധകാരവും ശബ്ദം ഉപയോഗിച്ച് ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഇതിന്മേൽ ഈ കുഞ്ഞിൽ പ്രവർത്തിക്കുന്ന തിന്മ പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ വിശ്വാസ്യത്തെ അസ്വസ്ഥപ്പെടുത്തും. ഞാൻ ഈ കൊച്ചിനോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം കൊച്ചിനോട് പറയുകയാണ്, ആരാണ് എന്നോട് പറയുകയാണ്, ചെവി പറയുകയാണ്, പള്ളി കയറണ്ട, അയാളോട് നടന്നാൽ മതി. ഞാൻ കണ്ടു, ഞാൻ ശ്രദ്ധിച്ചൊരു ദിവസം 4 മണിയാകുമ്പോൾ ഇതിൻ്റെ അമ്മ ഇതിനെ കൊണ്ടുവന്ന് പള്ളി വിടും വൈകുന്നേരത്തെ കുർബാനയ്ക്ക്. ഇവിടെ അകത്ത് കയറത്തില്ല, പുറത്തോടെ ഇങ്ങനെ കറങ്ങി നടക്കുക. ഞാൻ കണ്ടു, ഒരു ദിവസം ഞാനത് കണ്ടതാണ്. ഞാൻ ചോദിച്ചു, അന്നേരം കൊച്ചു പറഞ്ഞ എന്നോട് ആരാ ഇത് പറയുവാണ്, പള്ളി കയറണ്ട. എനിക്ക് മനസ്സിലായത് ഒരു പീഡയാണ്, പൈശാചിക പീഡയാണ്. ഞാൻ വിളിച്ചു കുമ്പസാരിപ്പിച്ചു, ആശീർവാദം കൊടുത്തു. ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നത് ബഹിഷ്കരിക്കും. ഇതിന് കാരണമായ ഏതാണോ കാര്യം എനിക്കറിയാം, പറയുന്നില്ല. ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കും ഈശോയുടെ നാമത്തിൽ. കഴിഞ്ഞു. തമ്പുരാൻ തന്ന വചനവും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നിയമനം വന്നിട്ട് വചനത്താൽ ബന്ധിക്കുന്നു. ഞാൻ പിന്നെ അമ്മയോട് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, അവരുടെ താമസമൊക്കെ മാറി. അങ്ങനെ നമുക്ക് അത് ഒരു പിശാചിൻ്റെ പീഡയാണത്. കുഞ്ഞുങ്ങളെ ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലോ കുറച്ചുകൂടെ കഴിഞ്ഞാലോ മാനസരോഗമാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോകും.
ശ്രമമുണ്ടോ? എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 1-ാം വർഷം എനിക്കുണ്ടായ അനുഭവമാണത്. കാരണം ഞാൻ ഈ വചനത്തിൽ ഇത് വിശ്വസിക്കുന്നു. ആരെന്നാ പറഞ്ഞാൽ ഇത് മറ്റു പറയാൻ ഒരുക്കമല്ല. ഇത് പറയുന്ന സത്യമാണ് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, അന്ന് ആ കുഞ്ഞ് സ്വതന്ത്രയായി. ഹല്ലേലൂയ. വേറെ ഒരു അനുഭവം കൂടെ പറയാം, ചെറുത്. അരുത്ര വെച്ച് തന്നെ ഒരു പെങ്കൊച്ചിനെ അവിടുത്തെ കാരണവർ കൊണ്ടുവന്നു. അത് കുർബാനയ്ക്ക് മുമ്പ് മറ്റാണ്. ഫോൺ അഡിക്ഷൻ, ഭയങ്കര ഫോൺ അഡിക്ഷൻ. ഫോൺ വക്കുമായിരുന്നു, നിലത്ത് വെക്കുകയില്ല. അച്ഛൻ തലയ്ക്ക് കൂടി വയ്ക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു, കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ ഫോണും വേണ്ട, കൊച്ചിനൊന്നും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് കഴിഞ്ഞ ഇടയ്ക്ക് പിന്നെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചു, അച്ഛൻ ഞാൻ ഫോൺ എടുത്തോട്ടെ. 1 വർഷം കഴിയുന്ന ഓർക്കണേ. ഹല്ലേലൂയ. നമുക്ക് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഇതെങ്ങനെ മാറുന്നുണ്ടെങ്കിൽ മാറ്റേണ്ടതായിട്ട് എന്തോ ഉണ്ടെന്നല്ലേ അതിനർത്ഥം. ഈ ഫോൺ അഡിക്ഷൻ പ്രാർത്ഥിക്കുമ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് അടിമപ്പെടുന്ന എന്തോ ഉണ്ടെന്നല്ലേ അതിനർത്ഥം, അല്ലേ? ഇതൊന്നും കാണുന്നില്ല. ഇത് പിള്ളേരല്ലേ, ഉണ്ടായി കഴിയുമ്പോൾ കയ്യിലോട്ട് കൊടുത്തേക്കുക. ഹല്ലേലൂയ. നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കണം. നമ്മൾ തന്നെ വാതിൽ തുറന്ന് കൊടുത്തിട്ട് അവസാനം കിടന്ന് ബഹളം വച്ചിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് ഹീസ് വെരി ജെന്റിൽ എന്നാണ്. വളരെ മാന്യമായിട്ട് ഇടപെടുന്നതാണ് പരിശുദ്ധാത്മാവെന്നാണ് പിതാക്കന്മാർ പറയുക. പരിശുദ്ധാത്മാവ് വളരെ മാന്യമായിട്ട് ഇടപെടും. വിളിച്ചാലേ വരും. മനസ്സിലായോ? അതാണ് വ്യത്യാസം. എന്നാൽ പിശാചിനെ കുറിച്ച് പറയുന്നത് ഒരവസരം നോക്കി നിൽക്കുക, തള്ളിക്കയറാൻ നിൽക്കുക. ഒരു ചെറിയ ഇട കിട്ടിയാൽ തള്ളിക്കയറും. അത് ആ വാക്കിന്റെ അർത്ഥം തന്നെ. സൈത്താൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്. ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഡെവിൾ എന്നൊക്കെയുള്ള വാക്കിന്റെ റൂട്ട് മീനിങ് പഠിക്കുമ്പോൾ അത് അങ്ങനെയാണ് വരിക, ഇടയിലേക്ക് തള്ളിക്കയറുന്നത്. ഒരു ചെറിയൊരു വാതിൽ തുറക്കും. വാതിൽ തുറക്കണ്ട, വാതിലിൻ്റെ ലോക്ക് അഴിച്ചാൽ മതി, ബാക്കി തന്നെ നമുക്ക് കയറിക്കുള്ളൂ. അപ്പോഴാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ ഫോണും കൊടുത്ത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ആരാ ഈ ബുദ്ധിമുട്ടിക്കുന്നത്, വിഷമിക്കുന്നേ? കാരണവന്മാർ. ആരാ കൊടുത്തേ? രോഗം വരുന്നതിന് മുമ്പ് വരുന്നത് ചികിത്സിക്കാൻ പറ്റുന്നില്ല, അല്ലേ? ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായി. സൂക്ഷിക്കണം. രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് രോഗം വന്നിട്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പോലും പറയും. പക്ഷെ ആത്മീയമായ ആരോഗ്യത്തെ സംബന്ധിച്ച് വചനമില്ല. അതാണ് പ്രശ്നം. വചനം നമ്മെ കാരണം ഉള്ളിലില്ല. ഉള്ളിലുണ്ടെങ്കിലല്ലേ ഇത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഉള്ളിലുണ്ടെങ്കിലല്ലേ ഇത് നമ്മിൽ മാംസം ധരിക്കുന്നുള്ളൂ. ലോകത്തിലെ എല്ലാ പ്രബോധനങ്ങളും അറിയാം, എല്ലാ വിവരങ്ങളും അറിയാം, എല്ലാ രാഷ്ട്രീയവും അറിയാം. തമ്പുരാന്റെ വചനം ഇനിയിപ്പോൾ അറിയാമെങ്കിൽ തന്നെയോ അത് വിശ്വസിക്കുന്നില്ല. സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ മുതൽ വചനങ്ങളിൽ അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങൾ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. കേൾക്കണം നിങ്ങൾ. അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. അവിശ്വാസമാണ് കുറവ്, വിശ്വസിക്കാത്തതാണ് കുറവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
നാം വിശ്വാസത്തിലെടുക്കുന്നില്ലെങ്കിൽ ഈ വചനം ആര് വിശ്വസിക്കുന്നുവോ അവർക്കത് സംരക്ഷണമായിട്ടും കൃപയായിട്ടും. ഇത് പറയുന്ന നാലാമത്തെ ഞാൻ പറയുന്നത് നിത്യതയെ സംബന്ധിച്ചാണ്, നിത്യജീവനെ സംബന്ധിച്ചാണ്. ശരിക്കുമുള്ള യഥാർത്ഥമായ ജീവൻ അതാണ്, നിത്യജീവനാണ്. അതിനുവേണ്ടിയല്ലേ നാം ജീവിക്കേണ്ടത്. ലോകത്തിനും ലൗകിക മാനദണ്ഡങ്ങൾക്കും വേണ്ടി നാം ജീവിക്കുമ്പോൾ നമ്മുടെ സമയവും അറിവും കഴിവും ബുദ്ധിയും പണവും അതിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ ഓർത്തോണം, അത് ശൂന്യതയാണെന്നും നശ്വരതയാണെന്നും ഇല്ലായ്മയാണെന്നും അതെനിക്കൊരു ഉപകാരവും ചെയ്യില്ലെന്നും, എന്നാൽ നിന്റെ ആത്മാവുണ്ടെന്നും അതിന് നിത്യമായൊരു ജീവിതമുണ്ടെന്നും അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളും അധ്വാനിക്കേണ്ടതെന്നും അനുദിനം നമ്മെ പറഞ്ഞ് പഠിപ്പിക്കണം. ആ നിത്യജീവനെ സംബന്ധിച്ച് വചനം പറയുന്നതാണ്. അവിടെ നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ, ഈ വാഗ്ദാനമുണ്ട്, അത് നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങൾ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. വേറൊന്നിനെ കുറിച്ചും ഭയപ്പെട്ടിട്ടും പ്രശ്നമില്ല. പക്ഷെ ഇത് വേറെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. കാരണം നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരങ്ങളില്ല. എന്നാൽ നിത്യമായ വിശ്രമമുണ്ട്. അതിനെ സംബന്ധിക്കുന്ന വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട്. ഈ നിലനിൽക്കുന്ന വാഗ്ദാനത്തെ അതിനെ തള്ളിക്കളഞ്ഞിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ യോഗ്യരല്ലാത്തവരായി നമ്മൾ ആരെങ്കിലും കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ഭയപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ഈ ലോകത്തെ അല്ലേ മരിച്ചതിന് ശേഷം നിങ്ങളെ നരകാഗ്നിക്ക് ഇരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടും, അവനെ ഭയപ്പെടും. ശരീരത്തെ കൊല്ലുന്നവനെ അല്ല. ഈശോയുടെ വാക്കല്ലേ, എൻ്റെ മാറ്റമില്ലല്ലോ. ശരീരത്തെ കൊല്ലുന്നവനെ അല്ല ഭയപ്പെടേണ്ടത്, ആത്മാവിനെ നിത്യനരകാഗ്നിക്ക് ഇരയാക്കാൻ കഴിയുന്നവനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിമിഷകരം കൊടുത്ത് സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കേട്ട വചനങ്ങളെല്ലാം കർത്താവ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്ന അരൂപിയായ ഞങ്ങൾ ഈ വചനങ്ങൾ പ്രവർത്തിക്കട്ടെ. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഈ വചനം ഞാൻ ജീവിതങ്ങളിൽ പരിവർത്തനം വരുത്തട്ടെ. മനസാനത്തിലേക്ക് കർത്താവ് ഞങ്ങളുടെ വചനം ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. സ്തുതിക്കുന്നു, ആരാധിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വം ദൈവമേ, ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അന്ന് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ. അപ്പോൾ അവിശ്വാസമാണ് രക്ഷയ്ക്ക് തടസ്സം, രക്ഷ തടയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം വചനം വിശ്വസിക്കാത്തതാണ് പ്രിയമുള്ളത്. വചനം കേൾക്കുന്നതല്ല, കേട്ടതുകൊണ്ടായില്ല. അവിടെ നിൽക്കരുത്. അല്ല, എത്രയോ ധ്യാനകേന്ദ്രങ്ങളും എത്രയോ വചന പ്രഘോഷകരും എത്രയോ സുവിശേഷ പ്രഘോഷണ യോഗങ്ങളും ഇതിനൊന്നൊരു കുറവുമില്ല. പക്ഷേ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ്, ഞാൻ ആദ്യം ചോദിച്ചതുപോലെ, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ വചനം കേൾക്കുന്നത്? എന്തിനെയാണ് ഞാൻ കേൾക്കുന്നത്? എൻ്റെ ലക്ഷ്യമെന്താണ്? അതിനിൽ മാനസാന്തരമല്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നവീകരണമല്ലെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിൻ്റെ അവസാനമാണ് നാം വായിച്ച കേട്ട ഹെബ്രായർ 4:12 വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയത്. ചേതനയിലും ആത്മാവിലും. ഇരുതലവാൾ എന്നൊക്കെ പറയുമ്പോൾ വചനം വാളായിട്ട് അത് പറയുന്നയാളെയും കേൾക്കുന്നയാളെയും ഒരുപോലെ വിശുദ്ധീകരിക്കും. വിശുദ്ധീകരിക്കും. അതാണ് യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണം.
വചനം വിശുദ്ധീകരിക്കും, വെട്ടിമുറിച്ചു കളയും ആവശ്യമില്ലാത്തത്. മുന്തിരിയെ വെട്ടി ഒരുക്കും അല്ലേ എന്ന് പറഞ്ഞ പോലെ ഫലം ചോറണമെങ്കിൽ കൂടുതൽ വെട്ടിയൊലിക്കലുകൾ ആവശ്യമാണ്. അത് ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ വചനത്താലാണ്, ലോകത്തിൻ്റെ വചനത്താലല്ല. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയമങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സന്ധിബന്ധങ്ങളിലും മജ്ജയിലും ദൈവവചനം ശസ്ത്രക്രിയ നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഇത് വളരെ എളുപ്പമാണ്. തമ്പുരാന്റെ വചനം ഇത് ചെയ്യും. കാരണം വചനത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. 2 തിമോത്തി 3:16 അല്ലേ? എടുത്ത 2 തിമോത്തി 3:16 വചനം. ദൈവ വചനമെല്ലാം വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പറ, വചനം വേണ്ടേ? വേണം. ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കാനും എല്ലാ നല്ല പ്രവൃത്തിയും ചെയ്യുന്നതിന് പര്യാപ്തനാകാനും വേറെന്താ വേണ്ടേ? ഇത് വചനമല്ലേ? വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഏകദേശം 2011 മുതലുള്ള സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം എനിക്ക് തന്നതിന് ശേഷം ഈ വചനത്തിലേക്ക് തിരിയാൻ എത്രമാത്രം തമ്പുരാൻ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴും ഒത്തിരി സ്നേഹത്തോടെ, നന്ദിയോടെ, എന്ത് പ്രശ്നം ഉണ്ടായാലും അന്നേരം വചനത്തിലേക്ക് നോക്കുന്ന ഒരു മനസ്സൊരു ഹൃദയം തമ്പുരാൻ തന്നു. എന്നിട്ട് ഈ വചനം തന്ന് ബലപ്പെടുത്തി. അങ്ങനെയാണ് വചനം തന്ന് ബലപ്പെടുത്തും. അങ്ങനെയാണ് അഭിഷേകം ചെയ്ത് വളർത്തുന്നത്. വചനം തന്ന് ബലപ്പെടുത്തും. ഹല്ലേലൂയ. ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അത് പറയുന്നുണ്ട്. എസെക്കിയലിനോടൊക്കെ പറയുമ്പോൾ ഈ വചനം നീ ഭക്ഷിക്കും. എന്നിട്ട് പറയും, നിന്റെ നെറ്റിയെ ഞാൻ കടുപ്പുള്ളതാകും. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. യെശയ്യാ പ്രവചനത്തിൻ്റെ, എസെക്കിയേൽ പ്രവചനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ നമ്മളിപ്പോൾ വായിച്ചു കേട്ടതാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് 10-ാം വാക്യമാണ്. 3:10 നമ്മൾ വായിച്ചത്. 2-ാമത്തെ അധ്യായത്തിന് 1-ാം വാക്യം മുതൽ അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര എഴുന്നേറ്റ് നിൽക്കുക, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ദൈവാത്മാ പറയുകയാണ്. അവൻ എന്നോട് സംസാരിച്ച ആത്മാവിന് പ്രവേശിച്ച് എൻ്റെ കാലുകൾ ഉറപ്പിച്ച് നിർത്തി. എന്നിട്ട് 5-ാം വാക്യത്തിൽ വരുമ്പോൾ, അവർ കേട്ടാലും കേൾക്കാനും വിസമ്മതിച്ചു അവരുടെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, നീ അവൻ അറിയും. മനുഷ്യപുത്ര, നീ അവരുടെ വാക്കുകളെയോ ഭയപ്പെടേണ്ട. മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം. തേളുകളുടെ മേൽ നിനക്ക് ഇരിക്കേണ്ടി വരും. എന്നാലും നിങ്ങളുടെ വാക്കുകൾ ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും ഇല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. നമുക്ക് വചനം കൊടുത്ത് ബലപ്പെടുത്തുമാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൽ തന്നെ 8-9 വചനങ്ങളിൽ, ഞാൻ നിനക്ക് തരുന്ന വായ് തുറന്ന് ഭക്ഷിക്കുക. ഞാൻ നോക്കി, അതാ നീട്ടിയൊരു കരവും അതൊരു ലേഖന ചുരുളും. 3-ാം അധ്യായത്തിന് 1-ാം വാക്യം, മനുഷ്യപുത്ര നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. 3-ാം വാക്യം 3:3 എസെക്കിയേൽ, മനുഷ്യപുത്ര ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് മാധുര്യമായിട്ട് ഈ വചനം
അനുഭവപ്പെടും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. 2011 മുതൽ, ഞാൻ ഏകദേശം ഡിഗ്രി പഠിക്കുന്ന സമയം മുതൽ തമ്പുരാൻ്റെ വചനം, അതിനെ സ്നേഹിക്കാനും, ഞാനിപ്പോൾ ഓർക്കണം ഡിഗ്രിക്കും PG ക്കൊക്കെ പോകുമ്പോൾ ഈ ബൈബിൾ ഞാൻ എൻ്റെ ബാഗിൽ കരുതുമായിരുന്നു. എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നത്, ഞാൻ കരുതുമായിരുന്നു. ഈ സമ്പൂർണ്ണ ബൈബിളും ചുമന്നുകൊണ്ട് കോളേജിൽ പോയൊരു സമയം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും, ഇത് സത്യമാണെന്ന്, ഈ വചനം പ്രവർത്തിക്കുമെന്ന് എനിക്കതുപോലെ ഉറപ്പുണ്ട്. വലിയ വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല. ശരിക്കും കർത്താവിൻ്റെ വചനം സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, ജീവൻ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ, ഇത് നമ്മുടെ ഹൃദയത്തിൽ വേണം, അല്ലെങ്കിൽ മൂർച്ഛിച്ച് വീഴുമെന്ന് പ്രവാചകൻ പറയുന്ന പോലെ വചനമില്ലാത്തത് കൊണ്ട് തളർന്നു പോകുന്ന ജീവിതങ്ങളായിട്ട് പ്രിയമുള്ളവരെ മാറും. ദൈവവചനത്തിൽ വേരൂന്നണം. ഈ 1-ാം സങ്കീർത്തനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 1-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 2-3 വചനങ്ങൾ. 1-ാം സങ്കീർത്തനം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസ്യ പീഠങ്ങളിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിൽ. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. തമ്പുരാന്റെ വചനത്തിലാണോ ദൈവ നിയമത്തിലാണോ ഞാൻ ആനന്ദിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും വിഷയങ്ങളിലാണോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ടോ? അതിനെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഹല്ലേലൂയ. മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. അതാ കാര്യം. രാവും പകലും ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുക. അങ്ങനെയുള്ള ജീവിതങ്ങളെ സംബന്ധിച്ചാണ് സങ്കീർത്തനം 1:3 പറയുക. നീർച്ചാലരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. ഹല്ലേലൂയ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവവചനത്താൽ ഹൃദയത്തെ നിറയ്ക്കുക. ദൈവവചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുക. ഈ വചനമില്ലാത്തതാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുറവ്. നമ്മുടെ വചനം നമ്മുടെ ഉള്ളിലില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര നിരാശപ്പെട്ടു പോകുന്നത്. പ്രത്യാശയുടെ വചനം നമ്മുടെ ഹൃദയങ്ങളിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിവിടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്താൽ നിറയപ്പെടാൻ ദൈവത്തിനും കർത്താവിൻ്റെ പ്രവൃത്തികൾ അവിടുത്തെ വചനം വഴി നിർവഹിക്കപ്പെടുന്നുവെന്ന് നാം വായിക്കുന്നുണ്ട്. വചനം വഴി നിർവഹിക്കപ്പെടുന്നു. സങ്കീർത്തനം 107:20 വചനം എന്താ പറയുന്നത്? സങ്കീർത്തനം 107:20 വചനം. അവിടെ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. സങ്കീർത്തനം 107:20. 107 സങ്കീർത്തനം 20 വാക്യം. അവിടെ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങളിലേക്കും തമ്പുരാൻ്റെ വചനം വരാൻ ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഒരൊറ്റ വചനം മതി ശരിക്കും ജീവിതം വിശുദ്ധീകരിക്കപ്പെടാൻ. ഒരൊറ്റ വചനം മതി നമ്മുടെ ജീവിതങ്ങളിൽ മനസാന്തരപ്പെടാൻ. അത് കിട്ടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം.
കർത്താവിൻ്റെ വചനം നമ്മിൽ മാംസം ധരിക്കട്ടെ. കർത്താവിൻ്റെ വചനം നമ്മിൽ ജീവൻ പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ വചനം നമ്മെ മനസ്സാന്തരത്തിലേക്കും വിശുദ്ധികളിലേക്കും കൊണ്ടുപോകട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ആരാധന കർത്താവെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പോരാ, സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. കേട്ട വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അത് ജീവനായി, വചനമായി, വചനം അഭിഷേകമായി നമ്മളിലേക്ക് കൃപയായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ കർത്താവേ. മഹത്വം മഹത്വം മഹത്വം. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഈശോയെ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണസമയത്തും അപേക്ഷിക്കണം. ആമേൻ.